കേൾക്കുന്നുണ്ടോ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ഇന്ന് ഓപ്പൺ ആണ്, ഓപ്പൺ ജോബാണ്. എന്താണ്? എന്താ അങ്ങനെയൊക്കെ പോണു? സുഖമായിട്ടിരിക്കുന്നു അസിസ്റ്റ. ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചായിരുന്നോ? ടുഡേ സ്പെഷ്യൽ എന്താ? ടുഡേ സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മീൻകറി ഉണ്ട്, ബീഫ് കറി ഉണ്ടായിരുന്നു. എന്താണ്? ക്ലിയർ അല്ല കേട്ടോ എനിക്ക്. പ്രിൻസെ ഹായ്. പമ്പാബ്ലോസ് കേസി കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? അരിചേട്ടാ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ സിസ്റ്റ? കേൾക്കാൻ പറ്റണില്ല. ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ, എന്റെ അടുത്തത് ആരാണ്? നിഷാന്തേ വരൂ. സ്റ്റാർ മെലഡീസ് സിസ്ക, ഞങ്ങളെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ സിസ്ക കേട്ടോ. ക്ലിയർ അല്ലായിരുന്നു. അതെ, ക്ലിയർ അല്ലായിരുന്നു. സ്റ്റാർ മെലഡീസ് ഇതിനൊക്കെ കേട്ടോ. ഇപ്പൊ നമ്മൾ വരാൻ പോണത് നമ്മുടെ സ്റ്റാർ മെലഡീസ് ആണ്. സ്റ്റാർ ചേച്ചി, സ്റ്റാർ മെലഡീസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേക്കാരനാണ് നമ്മുടെ മുമ്പിൽ. ഇന്ന് ശരിക്കും പറഞ്ഞാ നിന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പാട്ട് പാടിക്കോ? പാടാല. അവിടെ അല്ല, ആദ്യം ചോദിക്കട്ടെ, പള്ളിയിലൊക്കെ പോയാടാ? പള്ളിയിൽ രാവിലെ പോയി. 7 മണിക്കത്തെ കുർബാനക്ക് സാന്തമ്പലി പോയി. എത്ര വയസ്സായി? 24 കേട്ടോ. ചെറിയെങ്കിലും പൈസ എത്ര ഉണ്ട്? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അവൻ ഞാൻ വരുമ്പോഴൊക്കെ അവിടെ. നിഷാദ് ഇതേ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ മുമ്പിലിരിക്കുന്ന സ്റ്റാർ മെലഡീസ് ആണ് കേട്ടോ. സാം ആണ് കേട്ടോ. നിഷാന്ത് ബ്രോ രാവിലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ അനിയൻകുട്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ കഴിയിട്ടില്ല കേട്ടോ. ഞാൻ വിശ്വാസം അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു കേട്ടോ സാമേ. താങ്ക് യു. ഇപ്പൊ ദിവ്യ എന്ന് പറഞ്ഞ ചേച്ചി നമ്മുടെ ചിത്ര ചേച്ചിയുടെ പോലത്തെ സൗണ്ടില് നല്ലൊരു പാട്ടുപാടി. ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലത്തെ ഒരു ലേഡി വോയിസ്, ഇത്ര നല്ലൊരു വോയിസ് കേട്ടതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അങ്ങോട്ട് നന്ദി പറയണേ. ദിവ്യ വിനോദ് കേട്ടല്ലോ അല്ലേ സാം പറഞ്ഞത്? അല്ല, ഞാൻ ഇന്നേ വരെ ഇപ്പൊ പുറത്ത്, അതായത് നമ്മ ചിത്ര ചേച്ചിയുടെയും പിന്നെ സുജാത ചേച്ചിയുടെ അവരുടെയൊക്കെ പാട്ട് ടിവിയിൽ കണ്ടല്ലാണ്ട് നേരിട്ട് ഇതൊരാളുടെ സൗണ്ട് ഇതുപോലെ ഇയർഫോണിന്റെ അകത്ത് വെച്ച് കേൾക്കണത് ആദ്യമായിട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. സാധാരണ ആൾക്കാർ പാടുമ്പോ കൊള്ളാം, പക്ഷെ ഇത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടിട്ട്. ദിവ്യ കേട്ടല്ലോ അല്ലേ? ഇനി വേറെ എന്ത് വേണം കോംപ്ലിമെന്റ്സ്? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കേറാട്ടോ. ഇപ്പൊ ഈ ഒരു എന്തായിട്ട് നമുക്ക് മറ്റേ സിനിമയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അതിൻ്റെ അകത്ത് സിനിമയില്ലേ, അതിൻ്റെ അകത്ത് ദേവിയാത്മരാഗം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അത് പാടാം.